നമസ്കാരം, എല്ലാവർക്കും കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പേപ്പർ 102 യൂണിറ്റ് 1 20 MCQ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, മെക്കാളെ മിനിറ്റ്സ് പുറത്തു വന്ന വർഷമേ? ഓപ്ഷൻ എ 1813, ഓപ്ഷൻ ബി 1835, ഓപ്ഷൻ സി 1854, ഓപ്ഷൻ ഡി 1882. ശരി ഉത്തരം ഓപ്ഷൻ ബി 1835. 1835 ഫെബ്രുവരിയിലാണ് ലോർഡ് മെക്കാളയുടെ പ്രശസ്തമായ മിനിറ്റ്സ് പുറത്തു വന്നത്. ചോദ്യം 2, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രേഖ ഏത്? ഓപ്ഷൻ എ മെക്കാളെ മിനിറ്റ്സ്, ഓപ്ഷൻ ബി ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ സി വുഡ്സ് ഡെസ്പാച്ച്, ഓപ്ഷൻ ഡി ഹർത്തോഗ് കമ്മിറ്റി. ശരി ഉത്തരം ഓപ്ഷൻ സി വുഡ്സ് ഡെസ്പാച്ച്. 1854 ചാൾസ് വുഡ്സിന്റെ ഡെസ്പാച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. ചോദ്യം 3, ഭരണഘടന നിലവിൽ വന്ന് 10 വർഷത്തിനകം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ വകുപ്പ് 21A, ഓപ്ഷൻ ബി വകുപ്പ് 45, ഓപ്ഷൻ സി വകുപ്പ് 30, ഓപ്ഷൻ ഡി വകുപ്പ് 28. ശരി ഉത്തരം ഓപ്ഷൻ ബി വകുപ്പ് 45. ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്ന 45-ാം വകുപ്പാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരാമർശിച്ചത്. ചോദ്യം 4, 1993 ഭാരമാകാത്ത പഠനം അല്ലെങ്കിൽ ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന സുപ്രധാന റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് കമ്മിറ്റിയാണ്? ഓപ്ഷൻ എ ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി, ഓപ്ഷൻ ബി യശ്പാൽ കമ്മിറ്റി, ഓപ്ഷൻ സി രാമമൂർത്തി കമ്മിറ്റി, ഓപ്ഷൻ ഡി കോത്താരി കമ്മീഷൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി യശ്പാൽ കമ്മിറ്റി. പ്രൊഫസർ യശ്പാലിന്റെ നേതൃത്വത്തിലുള്ള സമിതി 1993 സമർപ്പിച്ച റിപ്പോർട്ടാണ് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ. ചോദ്യം 5, വിദ്യാഭ്യാസവും ദേശീയ വികസനവും എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്ന പേരിൽ റിപ്പോർട്ട് സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ മുതലിയാർ കമ്മീഷൻ, ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ, ഓപ്ഷൻ സി രാധാകൃഷ്ണൻ കമ്മീഷൻ, ഓപ്ഷൻ ഡി ഹണ്ടർ കമ്മീഷൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ. ചോദ്യം 6, BC 3000 സങ്കീർണമായ ക്യൂനിഫോം എഴുത്ത് നിലനിന്നിരുന്ന പ്രാചീന നാഗരികത ഏത്? ഓപ്ഷൻ എ ഈജിപ്ഷ്യൻ, ഓപ്ഷൻ ബി മെസപ്പൊട്ടോമിയൻ, ഓപ്ഷൻ സി ഗ്രീക്ക്, ഓപ്ഷൻ ഡി ചൈനീസ്. ശരി ഉത്തരം ഓപ്ഷൻ ബി മെസപ്പൊട്ടോമിയൻ. മെസപ്പൊട്ടോമിയൻ നാഗരികതയിലാണ് ക്യൂനിഫോം ശൈലിയിലുള്ള എഴുത്തുവിദ്യ നിലനിന്നിരുന്നത്. ചോദ്യം 7, പ്രാചീന ഭാരതത്തിലെ അതിപ്രശസ്തമായ നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഗുപ്ത രാജാവ് ആരാണ്? ഓപ്ഷൻ എ സമുദ്രഗുപ്തൻ, ഓപ്ഷൻ ബി കുമാരഗുപ്തൻ, ഓപ്ഷൻ സി ധർമ്മപാലൻ, ഓപ്ഷൻ ഡി ചന്ദ്രഗുപ്തൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി കുമാരഗുപ്തൻ. AD 414 മുതൽ 454 വരെയുള്ള കാലഘട്ടം. AD 5-ാം നൂറ്റാണ്ടിൽ കുമാരഗുപ്തൻ ഒന്നാമനാണ് ബീഹാറിൽ നളന്ദ സർവകലാശാല സ്ഥാപിച്ചത്. ചോദ്യം 8, ധീരന്മാരായ മാതൃകാ യോദ്ധാക്കളെ വാർത്തെടുക്കാൻ സൈനിക കവാത്തുകൾ കേന്ദ്രീകരിച്ചുള്ള കഠിന വിദ്യാഭ്യാസം നൽകിയ ഗ്രീക്ക് നഗരരാജ്യം? ഓപ്ഷൻ എ ഏഥൻസ്, ഓപ്ഷൻ ബി സ്പാർട്ട, ഓപ്ഷൻ സി കോറിന്ത്, ഓപ്ഷൻ ഡി തിബസ്. ശരി ഉത്തരം ഓപ്ഷൻ ബി സ്പാർട്ട. പ്രാചീന ഗ്രീസിലെ സ്പാർട്ട നഗരരാജ്യം സൈനിക ശിക്ഷണത്തിലും കായിക അഭ്യാസത്തിലുമാണ് ശ്രദ്ധയൂന്നിയത്. ചോദ്യം 9, ഇസ്ലാമിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയിരുന്ന സ്ഥാപനങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ മദ്രസ, ഓപ്ഷൻ ബി മക്തബ്, ഓപ്ഷൻ സി മൊണാസ്ട്രി, ഓപ്ഷൻ ഡി വിഹാരം. ശരി ഉത്തരം ഓപ്ഷൻ ബി മക്തബ്. പ്രാഥമിക ഘട്ടം മക്തബുകളിലും ഉന്നത വിദ്യാഭ്യാസ മദ്രസകളിലുമാണ് നൽകിയിരുന്നത്. ചോദ്യം 10, 1986 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ആവിഷ്കരിച്ച പദ്ധതി? ഓപ്ഷൻ എ മഹിളാ സമാഖ്യ, ഓപ്ഷൻ ബി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഓപ്ഷൻ സി DPEP, ഓപ്ഷൻ ഡി സമഗ്ര ശിക്ഷ. ശരി ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പ്രൈമറി വിദ്യാലയങ്ങളിൽ മിനിമം സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ NPE 1986 കൊണ്ടുവന്ന പദ്ധതിയാണിത്. ചോദ്യം 11, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശ നിയമം RT ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2009, ഓപ്ഷൻ സി 2010,
ഓപ്ഷൻ ഡി 2012. ശരി ഉത്തരം ഓപ്ഷൻ ബി 2009 ഓഗസ്റ്റ് 26. 2009 പാർലമെന്റ് പാസാക്കിയ നിയമം 2010 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ചോദ്യം 12. ഇന്ത്യയിലുടനീളം പൊതുവായി 10+2+3 എന്ന വിദ്യാഭ്യാസ ഘടന നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ, ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ, ഓപ്ഷൻ സി ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ ഡി രാധാകൃഷ്ണൻ കമ്മീഷൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ. 10+2+3 എന്ന ഏകീകൃത ദേശീയ വിദ്യാഭ്യാസ ഘടന ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷനാണ്. ചോദ്യം 13. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് NCF 2005 തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ എ പ്രൊഫസർ യശ്പാൽ, ഓപ്ഷൻ ബി ഡോക്ടർ DS കോത്താരി, ഓപ്ഷൻ സി ആചാര്യ രാമമൂർത്തി, ഓപ്ഷൻ ഡി ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, പ്രൊഫസർ യശ്പാൽ. ചോദ്യം 14. ബ്രിട്ടീഷ് ഭരണകാലത്ത് വില്യം ഹണ്ടറുടെ നേതൃത്വത്തിൽ ഒന്നാം ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിച്ച വർഷം? ഓപ്ഷൻ എ 1835, ഓപ്ഷൻ ബി 1854, ഓപ്ഷൻ സി 1882, ഓപ്ഷൻ ഡി 1929. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് 1882. 1882 ഹണ്ടറുടെ നേതൃത്വത്തിൽ 21 അംഗ കമ്മീഷനെ സർക്കാരാണ് നിയോഗിച്ചത്. ചോദ്യം 15. ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസത്തിനായി പ്രതിവർഷം 1,00,000 രൂപ നീക്കിവെക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് അനുശാസിച്ച ചാർട്ടർ ഏത്? ഓപ്ഷൻ എ 1793 ചാർട്ടർ ആക്ട്, ഓപ്ഷൻ ബി 1813 ചാർട്ടർ ആക്ട്, ഓപ്ഷൻ സി 1833 ചാർട്ടർ ആക്ട്, ഓപ്ഷൻ ഡി 1853 ചാർട്ടർ ആക്ട്. ശരി ഉത്തരം ഓപ്ഷൻ ബി 1813 ചാർട്ടർ ആക്ട്. 1813 ചാർട്ടർ ആക്ട് പ്രകാരമാണ് വിദ്യാഭ്യാസത്തിനായി ആദ്യമായി തുക മാറ്റിവെച്ചത്. ചോദ്യം 16. വിദ്യാഭ്യാസ രംഗത്തെ അപവ്യയം, വേസ്റ്റേജ്, ഗതിരോധം, സ്റ്റാഗ്നേഷൻ എന്നിവ ദൂരീകരിക്കാൻ ആദ്യമായി ശുപാർശ ചെയ്ത കമ്മിറ്റി? ഓപ്ഷൻ എ ഹർത്തോഗ് കമ്മിറ്റി 1929, ഓപ്ഷൻ ബി സാർജൻ റിപ്പോർട്ട്, ഓപ്ഷൻ സി ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ ഡി മുതലിയാർ കമ്മീഷൻ. ശരി ഉത്തരം ഓപ്ഷൻ എ ഹർത്തോഗ് കമ്മിറ്റി. 1929 ഹർത്തോഗ് കമ്മിറ്റിയാണ് അപവ്യയവും കൊഴിഞ്ഞുപോക്ക്, ഗതിരോധവും ആദ്യമായി ചൂണ്ടിക്കാട്ടിയത്. ചോദ്യം 17. ഗ്രാമീണ മേഖലയിലെ പ്രതിഭകളായ കുട്ടികൾക്കായി ഫീസ് രഹിത റെസിഡൻഷ്യൽ വിദ്യാലയങ്ങളായി നവോദയ വിദ്യാലയങ്ങൾ ശുപാർശ ചെയ്ത നയം? ഓപ്ഷൻ എ 1968 ദേശീയ നയം, ഓപ്ഷൻ ബി 1986 ദേശീയ വിദ്യാഭ്യാസ നയം, ഓപ്ഷൻ സി സാർജൻ റിപ്പോർട്ട്, ഓപ്ഷൻ ഡി സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി 1986 ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ NPE. 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ ശുപാർശ ചെയ്തത്. ചോദ്യം 18. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പാക്കണമെന്ന് ശുപാർശ ചെയ്ത 1944 റിപ്പോർട്ട്? ഓപ്ഷൻ എ ഹർത്തോഗ് റിപ്പോർട്ട്, ഓപ്ഷൻ ബി സാർജൻ റിപ്പോർട്ട്, ഓപ്ഷൻ സി വുഡ്സ് ഡിസ്പാച്ച്, ഓപ്ഷൻ ഡി മെക്കാളെ മിനിറ്റ്സ്. ശരി ഉത്തരം ഓപ്ഷൻ ബി സാർജൻ റിപ്പോർട്ട് 1944. ചോദ്യം 19. മധ്യകാലഘട്ടത്തിൽ ബാഗ്ദാദിൽ 9 മുതൽ 13 നൂറ്റാണ്ട് വരെ ലോകവിജ്ഞാനത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പ്രശസ്ത ഗ്രന്ഥശാല? ഓപ്ഷൻ എ ഹൗസ് ഓഫ് വിസ്ഡം, ഓപ്ഷൻ ബി അലക്സാണ്ട്രിയ ലൈബ്രറി, ഓപ്ഷൻ സി തക്ഷശില ഹാൾ, ഓപ്ഷൻ ഡി നളന്ദ ലൈബ്രറി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹൗസ് ഓഫ് വിസ്ഡം. ബാഗ്ദാദിലെ ഹൗസ് ഓഫ് വിസ്ഡം ബെയ്ത്തൽ ഹിക്മ അക്കാലത്തെ ഏറ്റവും വലിയ ഗ്രന്ഥശാലയായിരുന്നു. ചോദ്യം 20. RT ആക്ട് 2009 അനുസരിച്ച് 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ ഒരു അധ്യയന വർഷം നിർബന്ധമായും വേണ്ട പ്രവൃത്തി ദിനങ്ങളും മണിക്കൂറുകളും എത്ര? ഓപ്ഷൻ എ 180 ദിവസം 600 മണിക്കൂർ, ഓപ്ഷൻ ബി 200 ദിവസം 800 മണിക്കൂർ, ഓപ്ഷൻ സി 220 ദിവസം 1000 മണിക്കൂർ, ഓപ്ഷൻ ഡി 250 ദിവസം 1200 മണിക്കൂർ. ശരി ഉത്തരം ഓപ്ഷൻ ബി 200 പ്രവൃത്തി ദിനം
800 മണിക്കൂർ. ശരിയായ ഉത്തരം ഇതാണ്. RT നിയമപ്രകാരം 1 മുതൽ 5 വരെ ക്ലാസ്സുകൾക്ക് 200 പ്രവൃത്തി ദിനങ്ങളും അല്ലെങ്കിൽ 800 മണിക്കൂർ നിർബന്ധമാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത 20 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിക്കുക. സോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.